ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ഭഗവത്ഗീത അധ്യായം 18. സന്യാസത്തിൻ്റെ പരിപൂർണത. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഉദ്ദേശമെന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാജ്ഞകൾക്കു വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസമെന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, തപസ്, ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷികൾ അഭിപ്രായപ്പെടുന്നു. ഹേ ഭാരതശ്രേഷ്ഠ, ത്യാഗത്തെക്കുറിച്ച് എൻ്റെ വിധി നിർണയം കേൾക്കൂ. പുരുഷവ്യാഗ്രമേ, ത്യാഗം 3 വിധമാണെന്ന് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നവയാണ് അവ 3. ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യനിർവഹണമെന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണ് എൻ്റെ അന്തിമമായ അഭിപ്രായം. നിയതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിൽ ഉള്ളതാണ്. നിയതകർമ്മങ്ങൾ ക്ലേശകരമെന്നു വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിൻ്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നില്ല. ഹേ അർജുന, ഭൗതിക സംഗരഹിതനായും ഫലമുദ്ദേശിക്കാതെയും തൻ്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവൻ്റെ ത്യാഗം സാത്വികമാണ്. സാത്വികനും ബുദ്ധിമാനുമായ ത്യാഗിക്ക് അശുഭകർമ്മങ്ങളോട് വെറുപ്പോ ശുഭകർമ്മങ്ങളിൽ ആസക്തിയോ തോന്നാറില്ല. അദ്ദേഹത്തിന് കർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർന്നിരിക്കും. ഹേ അർജുന, ഭൗതിക സംഗരഹിതനായും ഫലമുദ്ദേശിക്കാതെയും തൻ്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവൻ്റെ ത്യാഗം സാത്വികമാണ്. സാത്വികനും ബുദ്ധിമാനുമായ ത്യാഗിക്ക് അശുഭകർമ്മങ്ങളോട് വെറുപ്പോ ശുഭകർമ്മങ്ങളിൽ ആസക്തിയോ തോന്നാറില്ല. അദ്ദേഹത്തിന് കർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർന്നിരിക്കും. ശരീരസ്ഥനായ ജീവനെ കർമ്മങ്ങളെ നിശേഷം ത്യജിക്കുക സാധ്യമല്ല തന്നെ. കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ചവനെ യഥാർത്ഥ ത്യാഗി എന്ന് പറയാം. അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്നിങ്ങനെ 3 വിധത്തിലുള്ള കർമ്മഫലങ്ങളെയും ത്യാഗികളല്ലാത്തവർക്ക് മരണാന്തരം അനുഭവിക്കേണ്ടി വരും. സന്യാസികൾക്ക് അത്തരം അനുഭവങ്ങളുണ്ടാവില്ല. മഹാബാഹുവായ അർജുന, വേദാന്ത പ്രമാണമനുസരിച്ച് സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെപ്പറ്റി ഇനി ഞാൻ പറയാം. എന്നിൽ നിന്ന് പഠിക്കൂ. അധിഷ്ഠാനം, ഈ ശരീരം. കർമ്മം ചെയ്യുന്ന ആൾ, കരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ് എന്നിവയാണ് കർമ്മത്തിൻ്റെ 5 ഘടകങ്ങൾ. ന്യായമാവട്ടെ അന്യായമാവട്ടെ മനുഷ്യൻ തൻ്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും കാരണം ഈ 5 ഘടകങ്ങളാണ്. ഈ 5 ഘടകങ്ങളെയും കണക്കിലെടുക്കാതെ താൻ തന്നെയാണ് കർത്താവെന്ന് വിചാരിക്കുന്നവൻ തീർച്ചയായും ബുദ്ധിമാനല്ല. അയാൾക്ക് സംഗതികൾ യഥാതഥം കാണാനും കഴിയില്ല. മിഥ്യാഹങ്കാരത്താൽ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടുകൂടിയ ഒരാൾ നരഹത്യയിലേർപ്പെട്ടാലും ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല. ജ്ഞാനം, ജ്ഞാനവിഷയം, ജ്ഞാനി എന്നീ 3 ഘടകങ്ങളാണ് കർമ്മത്തിന് പ്രേരകങ്ങൾ. ഇന്ദ്രിയങ്ങൾ, കർമ്മം, കർത്താവ് എന്നിവ അതിൻ്റെ ഘടകങ്ങളും. ഭൗതിക പ്രകൃതിയുടെ 3 വ്യത്യസ്ത ഗുണങ്ങളനുസരിച്ച് 3 വിധത്തിലുള്ള ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയുണ്ട്. അവയെപ്പറ്റി ഇനി കേൾക്കൂ. അസംഖ്യം രൂപങ്ങളിൽ ഭിന്നമായി കാണപ്പെടുന്നു എങ്കിലും എല്ലാ ജീവജാലങ്ങളിലും അവിഭക്തമായ ഒരേ ആധ്യാത്മിക പ്രകൃതിയെ കാണാൻ കഴിയുന്ന ജ്ഞാനം ഏതോ അതാണ് സാത്വികമായതെന്ന് നീ മനസ്സിലാക്കണം. ഓരോ ശരീരത്തിലും വെവ്വേറെ തരത്തിലുള്ള ഓരോ ജീവാത്മാവ് കുടികൊള്ളുന്നു എന്ന് തോന്നിക്കുന്ന ജ്ഞാനം രാജസമാണ് എന്ന് നീ മനസ്സിലാക്കണം. കാരണം കൂടാതെയും സത്യജ്ഞാനം നേടാതെയും എല്ലാം അതുതന്നെയാണ് എന്ന് കരുതി നിസ്സാര കാര്യത്തിൽ അതീവ താൽപ്പര്യം കൊള്ളുന്നതുമായ അറിവ് തമോ ഗുണപ്രധാനമാണ്.
അനാസക്തനായും രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികമെന്ന് പറയുന്നു. തൻ്റെ ആഗ്രഹം നിറവേറ്റാനായോ മിഥ്യാഹംഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസകർമ്മം. തുടർന്നുണ്ടാവുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാവുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചും ശാസ്ത്രനിർദ്ദേശങ്ങൾക്കെതിരായും വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മമത്രേ താമസം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായി ബന്ധപ്പെടാതെ മിഥ്യാഹങ്കാരം ത്യജിച്ചും സ്ഥിരനിശ്ചയത്തോടും ഉത്സാഹത്തോടും കൂടിയും ജയാപജയങ്ങളിൽ അക്ഷോഭ്യനായും പ്രവർത്തിക്കുന്നവനത്രേ സാത്വികൻ. പ്രവൃത്തിയിലും അതിൻ്റെ ഫലങ്ങളിലും ആസക്തനും ആ ഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹമുള്ളവനും ലോഭിയും ഈർഷ്യാലുവും വിശുദ്ധിയില്ലാത്തവനും സുഖദുഃഖങ്ങളാൽ ബാധിതനുമായ കർത്താവത്രേ രാജസൻ. എപ്പോഴും ശാസ്ത്രനിഷിദ്ധങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനും ഭൗതികവാദിയും ദുർവാശിക്കാരനും ചതിയനും മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സമർത്ഥനും അലസനും ദുഃഖിതനും കർത്തവ്യം നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നവനുമായ ഒരാളെ താമസനെന്ന് പറയുന്നു. ഹേ ധനഞ്ജയ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളനുസരിച്ച് പലതരത്തിലുള്ള ദൃഢനിശ്ചയങ്ങളും അറിവുകളും ഉണ്ട്. അവയെക്കുറിച്ച് ഇനി വിവരിച്ചു തരാം, കേട്ടോളൂ. കുന്തിപുത്ര, ചെയ്യേണ്ടതും ചെയ്തു കൂടാത്തതുമെന്ത്, ഭയപ്പെടേണ്ടതും ഭയപ്പെടേണ്ടാത്തതുമെന്ത്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്നതെന്ത് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായ ബുദ്ധി. പാർത്ഥ, ധർമ്മമെന്ത് അധർമ്മമെന്ത്, ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. ഹേ പാർത്ഥ, വ്യാമോഹത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. ഹേ പാർത്ഥ, യോഗാനുഷ്ഠാനത്താൽ നിലനിർത്തിയതും ദൃഢമായതും മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതുമായ നിശ്ചയം സാത്വികമാണ്. അല്ലയോ അർജുന, ഏതൊരു നിശ്ചയം കൊണ്ടാണോ മനുഷ്യൻ ധർമ്മം, അർത്ഥം, കാമം എന്നിവയെ സ്വീകരിക്കുന്നത്, അവയിലുള്ള അത്യാസക്തി കൊണ്ട് ഫലകാംക്ഷിയായിത്തീരുന്നത്, ആ നിശ്ചയം രാജസമാകുന്നു. അല്ലയോ കുന്തിപുത്ര, സ്വപ്നം, ഭയം, വ്യസനം, വിഷാദം, മതം എന്നിവയ്ക്ക് അതീതമല്ലാത്ത ബുദ്ധിശൂന്യമായ നിശ്ചയം തമോ ഗുണത്തിലുള്ളതാണ്. ഹേ ഭരതർഷഭ, ബന്ധനായ ജീവാത്മാവ് ആസ്വദിക്കുകയും ആ ആസ്വാദനത്തിലൂടെ ചിലപ്പോൾ സകല ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുന്ന സുഖത്തെപ്പറ്റി ഇനി പറയാം. ഇത് 3 വിധത്തിലുണ്ട്. ആദ്യത്തേതിൽ വിഷം പോലെ തോന്നിക്കുന്നതും അന്ത്യത്തിൽ അമൃതതുല്യവും ആത്മസാക്ഷാത്കാരമുണർത്തുന്നതുമായ സുഖത്തെ സാത്വിക സുഖമെന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ ഉളവാകുന്ന സുഖം തുടക്കത്തിൽ അമൃതതുല്യമെങ്കിലും ഒടുവിൽ വിഷപ്രായമാവും. രാജസമാണ് ഈ സുഖം. ആത്മദർശനത്തെ സംബന്ധിച്ചിടത്തോളം അന്ധവും ആദ്യം മുതൽ അവസാനം വരെ വ്യാമോഹഭരിതവും നിദ്ര, ആലസ്യം, പ്രമാദം എന്നിവയിൽ നിന്നുണ്ടാകുന്നതുമായ സുഖമാണ് താമസം. ഈ ഭൂമിയിലോ ഉപരിഗ്രഹ വ്യൂഹങ്ങളിൽ ദേവന്മാർക്കിടയിലോ പ്രകൃതിജങ്ങളായ ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തരായിട്ട് യാതൊരു ജീവനുമില്ല. ഹേ ശത്രുഞ്ജനായ അർജുന, ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും തിരിച്ചറിയുന്നത് ത്രിഗുണങ്ങളെ ആധാരമാക്കി ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം എന്നിവയാണ് ബ്രാഹ്മണരുടെ പ്രവൃത്തികളുടെ ഗുണവിശേഷങ്ങൾ. പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം എന്നിവയത്രേ ക്ഷത്രിയന്മാരുടെ പ്രവൃത്തികളുടെ സ്വാഭാവിക ഗുണങ്ങൾ. കൃഷി, ഗോരക്ഷ, വ്യാപാരം എന്നിവ വൈശ്യർക്ക് സ്വാഭാവികങ്ങളായ കർമ്മങ്ങളത്രേ. ശൂദ്രരുടേത് അധ്വാനവും മറ്റുള്ളവരെ പരിചരിക്കലും ആകുന്നു. സ്വാഭാവികങ്ങളായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യന് പൂർണ്ണത നേടാം. എങ്ങനെയെന്നു പറയാം, കേൾക്കൂ. സർവ്വജീവികളുടെയും പ്രഭവസ്ഥാനവും സർവ്വവ്യാപിയുമായ ഭഗവാനെ ആരാധിക്കുക നിമിത്തം സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താം. അന്യൻ്റെ കർമ്മം ഭംഗിയായി ചെയ്യുന്നതിനേക്കാൾ നന്ന് കുറ്റമറ്റതായില്ലെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുക എന്നതാണ്.
സ്വഭാവത്തിനനുസരിച്ച് നിർദ്ദിഷ്ടമായ കർമ്മത്തിലേർപ്പെടുന്നവർക്ക് പാപപ്രതികരണം അനുഭവിക്കേണ്ടി വരില്ല. ഹേ കൗന്ദേയ, അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ദോഷത്താൽ മൂടപ്പെട്ടിരിക്കും. അതുകൊണ്ട് തനിക്ക് സ്വാഭാവികമായ കർമ്മം അത് ദോഷങ്ങൾ നിറഞ്ഞതായാൽ പോലും ഉപേക്ഷിക്കാവുന്നതല്ല. ആത്മസംയമനം നേടിയവനും അനാസക്തനും ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനുമായ ഒരാൾക്ക് ത്യാഗപരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാൻ കഴിയും. ഹേ കുന്തിപുത്ര, ഈ നിലയിലെത്തിയവന് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആത്യന്തികോന്നതിയായ ബ്രഹ്മപദം പ്രാപിക്കാനുതകുന്ന പദ്ധതിയെപ്പറ്റി ഇനി സംക്ഷിപ്തമായി പറയാം. എന്നിൽ നിന്ന് അതറിയുക. തൻ്റെ ബുദ്ധിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് സ്ഥിരനിശ്ചയനായി മനസ്സിനെ നിയന്ത്രിച്ചും ഭോഗവിഷയങ്ങളെ ത്യജിച്ചും രാഗദ്വേഷങ്ങൾ തീണ്ടാതെയും വിജനസ്ഥലത്ത് താമസിച്ച് ഭക്ഷണം നന്നെ ചുരുക്കി ശരീരം, മനസ്സ്, വാക്ക് ഇവയെ കീഴടക്കി ധ്യാനയോഗമനുഷ്ഠിക്കുന്ന ആൾ വിരക്തനായും മിഥ്യാഹങ്കാരം, ബലത്തെക്കുറിച്ചുമുള്ള മതം, മിഥ്യാഭിമാനം, കാമം, ക്രോധം, ഭൗതികദ്രവ്യങ്ങളിൽ ആഗ്രഹം എന്നീ ദോഷങ്ങളൊഴിഞ്ഞും തെറ്റായ അതീശത്വബോധമില്ലാതെയും ശാന്തനായി തീർന്നിട്ട് നിശ്ചയമായും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുന്നു. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവ്വഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എൻ്റെ സേവനത്തിൽ മുഴുകുന്നു. ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ. ആ ഭക്തി കൊണ്ടു തന്നെ എന്നെക്കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവസാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഏതുതരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എൻ്റെ വിശുദ്ധ ഭക്തൻ എൻ്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എൻ്റെ ധാമം പ്രാപിക്കും. സകല കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കൂ, എന്നിട്ട് എൻ്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുത സേവനത്തിൽ എന്നെപ്പറ്റിയുള്ള പൂർണ്ണമായ ബോധവും ഉണ്ടായിരിക്കണം. എന്നെക്കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എൻ്റെ പ്രസാദം കൊണ്ട് തന്നെ ബന്ധജീവിതത്തിൻ്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എൻ്റെ അഭിമതമനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. എൻ്റെ നിർദ്ദേശത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ വഴിപിഴച്ചു പോകും. മാത്രമല്ല, നിൻ്റെ സ്വഭാവ പ്രകൃതിയാൽ നീ യുദ്ധത്തിലേർപ്പെടുക തന്നെ വേണം. അല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുന്നു. എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിൻ്റെ പ്രേരണയ്ക്കു വഴങ്ങി അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നിനക്ക് ചെയ്യേണ്ടി വരും. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഹേ ഭാരത, ആ പരമപുരുഷനെ ആത്മാർപ്പണം ചെയ്യൂ. അവിടുത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. ഇനി സമഗ്രമായി ആലോചിച്ച ശേഷം ഹിതമെന്ന് തോന്നുന്നതെന്തോ അത് നീ ചെയ്യുക. എനിക്ക് എത്രയും പ്രിയപ്പെട്ട സുഹൃത്തായതിനാലാണ് പരമഗുഹ്യമായ ഈ ജ്ഞാനം, സർവോത്തമമായ ഈ ഉപദേശം നിനക്കു നൽകുന്നത്. ഇനിയും കേൾക്കൂ, നിന്റെ നന്മയ്ക്കു വേണ്ടിയാണിത്. എപ്പോഴും എന്നെ ഓർക്കുക, എൻ്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക. ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. ഭയപ്പെടേണ്ട. തപസ്സോ ഭക്തിയോ ഇല്ലാത്തവർക്കും ഭക്തിസേവന കർമ്മത്തിൽ ഏർപ്പെടാത്തവർക്കും എന്നോട് അസൂയ ഉള്ളവർക്കും രഹസ്യമായ ഈ ജ്ഞാനം ഉപദേശിക്കരുത്. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധഭക്തിയുത സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു.
അസൂയ തീണ്ടാതെയും വിശ്വാസത്തോടു കൂടിയും ഇത് ശ്രദ്ധിക്കുന്നവൻ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായി പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭങ്ങളായ ലോകങ്ങളിൽ എത്തും. കുന്തിപുത്രനായ ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടില്ലേ? അജ്ഞാനത്തിൽ നിന്നുളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? അർജുനൻ പറഞ്ഞു. അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എൻ്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ ഇപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. സഞ്ജയൻ പറഞ്ഞു. ഇപ്രകാരം മഹാത്മാക്കളായ കൃഷ്ണാർജുനന്മാർ തമ്മിൽ നടന്ന ഈ സംഭാഷണം ഞാൻ കേട്ടു. അത്ഭുതകരമായ ഈ സന്ദേശം എന്നെ കോൾമയിർ കൊള്ളിക്കുന്നു. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനനെ പരമരഹസ്യമായ ഈ യോഗം ഉപദേശിച്ചത് വ്യാസദേവൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാൻ ഇടവന്നു. കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യസംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദപുളകിതനാകുന്നു രാജാവേ. അല്ലയോ രാജാവേ, കൃഷ്ണൻ്റെ അത്ഭുതവാഹമായ ആ രൂപം ഓർക്കുന്തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു. വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാകുന്നു. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഹരേ കൃഷ്ണ. സന്യാസത്തിൻ്റെ പരിപൂർണത എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 18-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.